അപ്പോൾ നമസ്കാരം. ഇങ്ങനെ നമ്മളെ ദേശീയപാതൻ്റെ ഉദ്ഘാടനം അല്ലേ, നമ്മളെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതൻ്റെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയല്ല, അങ്ങ് ദൂരം മുകളോടുണ്ട്. കേരളത്തിലെ ദേശീയപാതൻ്റെ ഉദ്ഘാടനത്തിന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ക്ഷണിച്ചില്ല. വല്ലാതെ ഞാൻ ദേശീയപാതൻ്റെ ഉദ്ഘാടനത്തിന് എന്തിനാണ് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിനെ വിളിക്കുന്നത് എന്നൊക്കെ ചോദ്യം സംഖ്യകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏറ്റുപിടിക്കാൻ കുറച്ച് കോൺഗ്രസ്സുകാരും കുറച്ച് ലീഗുകാരും, മരുമോൻ ഐസായി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ് റോഡ് പണിയുമ്പോൾ കേരളത്തിലെ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പൈസ കൊടുത്ത ഒരു ഗവൺമെൻറ്റാണ് കേരള സർക്കാർ. അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ റവന്യൂ വാല്യൂ, ഭൂമിൻ്റെ വാല്യൂ കൂടിയതുകൊണ്ടാണ് അത്രയും പൈസ കൊടുത്ത് എടുക്കാൻ ദേശീയ ഗവൺമെൻറ് അല്ലെ ദേശീയ സർക്കാർ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്തു കൊടുത്തത്. ഈ കഴക്കൂട്ടം മുതൽ മഞ്ചേശ്വരം വരെ കിടക്കുന്ന റോഡ് മുഴുവൻ നവീകരിക്കുന്നത്, ആ ദേശീയപാത വികസിപ്പിക്കുന്നത് മോദി സർക്കാരാണ്. ഒരു നയ പൈസ നിങ്ങൾ കൊടുക്കുന്നില്ല. ഞാൻ ഇതിനു മുമ്പ് കേരളം ഒരു പൈസയും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കേരളം പുതിയ ഓൺഗോയിങ് പ്രോജക്റ്റുകളുടെ ഭൂമി ഏറ്റെടുക്കലിന് പണം കൊടുക്കാൻ തയ്യാറില്ല എന്ന് മുഖ്യമന്ത്രി രേഖാമൂലം പറഞ്ഞതാണ്. പണ്ട് കാലത്ത് 5600 കോടി രൂപ കൊടുത്തു എന്ന് പറഞ്ഞ് ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് എന്ത് ന്യായീകരണമാണ്? ഇത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ സർവേ നടക്കാണ്ടും ജനങ്ങളെ എതിർത്തോണ്ട് പേരിൽ ഒരു ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയ ആളുകളെ പിണറായി വിജയൻ ഗവൺമെൻറ് വന്നപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാ. പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ കയറിയപ്പോൾ സുരേന്ദ്രൻ ആദ്യമായിട്ട് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഉണ്ട്. ഈ ദേശീയപാത നടത്തിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ഒരു ഇച്ഛാശക്തിയുള്ള നേതാവാണെന്ന് ഞാൻ അംഗീകരിക്കുമെന്ന് പറഞ്ഞൊരു FB പോസ്റ്റ് ഉണ്ട്. ഇപ്പോഴും ഉണ്ടാവും എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതൊരു മേഖലയിലും ഈ ഗവൺമെൻറ്റിന് ഇതിൽ ചെറിയ പങ്കാളിത്തം, ചെറുതല്ല വലിയ പങ്കാളിത്തം തന്നെ ഉണ്ട് എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെയൊക്കെ മറച്ചു വെച്ച് പക്ക രാഷ്ട്രീയം കളിക്കുന്ന രീതിയിലേക്ക് മുഹമ്മദ് റിയാസിന് പരിപാടി നിന്ന് ഒഴിവാക്കി എന്നുള്ളൊരു വാർത്ത കാണുന്നുണ്ട്. മാധ്യമ സൃഷ്ടിയാണെന്നറിയില്ല, മാധ്യമങ്ങളിൽ വാർത്ത കാണുന്നുണ്ട്. ഏതായാലും ചടങ്ങ് ചിലപ്പോൾ സർക്കാർ ബഹിഷ്കരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയും കേൾക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചടങ്ങിൽ മുഖ്യമന്ത്രിനെ വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പോകണം, മുഖ്യമന്ത്രി അവിടെ വെച്ച് കൃത്യമായിട്ട് നമ്മുടെ നിലപാട് പറയണം ആ വേദിയിൽ വെച്ച് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് പക്ക രാഷ്ട്രീയമല്ലേ. നിങ്ങൾ വെച്ചാൽ ഈ കോൺഗ്രസ്സുകാരും BJPക്കാരൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പറയണ്ട് നിങ്ങൾക്കെന്താ ഈ റോള്, നിങ്ങൾക്കെന്താ റോളെന്ന്. കൃത്യമായ റോളുണ്ട് ദേശീയപാതയിൽ സംസ്ഥാന സർക്കാരിന്. അത് പലതവണ ഗവൺമെൻറ്റും ഒക്കെ പ്രകടമാക്കിയിട്ടുള്ള കാര്യമാണ്. ഈ നമ്മൾ ആലോചിച്ച് നോക്കണം, ഞാൻ പണ്ട് കുറച്ച് കാലം മുമ്പ് നമ്മളെ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ മലപ്പുറം ഏരിയയിലെ ഭാഗങ്ങളിലൊക്കെ വീടുകൾക്ക് മുമ്പിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് വീടുകൾക്ക് മുമ്പിൽ ഒരു ഗേറ്റിൻ്റെ മുകളിൽ വലിയൊരു ഫ്ലെക്സ് എഴുതി ഒട്ടിച്ചിട്ടുണ്ടാവും. ദേശീയപാത സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരാൾ പോലും ഞങ്ങളെ സ്ഥലത്ത് അതിക്രമിച്ച് കയറിയാൽ ഞങ്ങൾ നടപടി സ്വീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വീടിൻ്റെ മുമ്പിലും ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചിരുന്നു. ഒരു 5-6 കൊല്ലം മുമ്പ് വരെ, ഒരു 10 കൊല്ലം മുമ്പ് വരെ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആ റോഡിൻ്റെ ഇരുവശത്തുള്ള എല്ലാ വീടുകളിലും മുമ്പിലും ഈ ഫോട്ടോ വെച്ചിരുന്നു. ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ. ഇതൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് വന്നതിന് ഭാഗമായിട്ടും ആ ഗവൺമെൻറ് ഇടപെടലിൻ്റെ ഭാഗമായിട്ടും കൃത്യമായ കോമ്പൻസേഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുമാണ് ഈ പദ്ധതി നടപ്പായത്. എന്നിട്ട് അവിടെ കേരള സർക്കാരിന് ഒരു റോളില്ല എന്നുള്ള രീതിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ അങ്ങ് ഒഴിവാക്കി കളയുന്ന ആ ഒരു സമീപനം ഉണ്ടല്ലോ, അത് തിന്നമെടുക്കാണ്. അത് പക്ക രാഷ്ട്രീയ ഇതാണ്. ഞങ്ങൾ PR വർക്കിനെ ഇപ്പോൾ ദേശീയപാത ഉപയോഗിക്കും. കാരണം കൃത്യമായ നിലപാടുണ്ട് ഈ കാര്യത്തിൽ. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിപ്പോയതാണ്. അതേ സ്ഥലത്താണ് പിണറായി വിജയൻ ഗവൺമെൻറ് വന്നത് നടപ്പാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതാ നമ്മളെ കണ്ണൂർ വയൽക്കിളികൾ സമരം നടത്തി. ആ സമരത്തിനുമായ ആ വയൽക്കിളികൾ സമരത്തിന് BJP, സുരേഷ് ഗോപി, പിന്നെ സംസ്ഥാന നേതാക്കന്മാർ, SDPI, കോൺഗ്രസ് അങ്ങനെ തുടങ്ങിയ എല്ലാ മൂർക്കൻ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, അതേപോലെ എല്ലാ സാധനങ്ങളും ഒത്തുകൂടി സമരം ചെയ്ത സ്ഥലമാണ്. ആ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ റോഡ് പോണത്. എന്നിട്ട് അവിടെയും ഒരു ഒറ്റ ഗവൺമെൻറ് ഒരു പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്ത് LDFും CPM അങ്ങനെ ഈ സർക്കാരുമാണ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയി. എന്നിട്ട് ഇപ്പോൾ അത് നടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് റോളില്ല. BJP വരെ എതിർത്ത ഒരു സംഭവമാണ്. വയൽക്കിളികൾ സമരത്തിന് അനുകൂലമായിട്ട് സുരേഷ് ഗോപി അവിടെ പോവുകയും BJPൻ്റെ നേതാക്കന്മാർ ശോഭാ സുരേന്ദ്രനൊക്കെ വന്ന് ഗീർവാണം പ്രസംഗിച്ചതൊക്കെ നമുക്കറിയാം. ഏതായാലും വല്ലാത്തൊരവസ്ഥയാണ്.